കർത്താവേ, നീ ഞങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോയിരിക്കുന്നു. വീണ്ടും വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളുന്ന കർത്താവാകുന്നു. നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ള പരിപൂർണമായ ബോധ്യത്തിൽ ആ ഭവനത്തിന് അവകാശികളായി തീരുകയാകുന്നു ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള നിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ചുമതലകൾ നിർവഹിപ്പാനോട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നിന്റെ ദൃക്കയിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷിക്തന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും തൃക്കയിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അവിടുന്ന് കൃത്യസമയത്ത് കൂട്ടിവരുത്തുകയും ഈ ശുശ്രൂഷയിൽ കൂടി നിന്റെ നാമം ഈ സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമെന്നും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ചുരുങ്ങിയ ചില മിനിറ്റുകൾ കൂടെ ഈ അമ്മച്ചിയുടെ മൃതശരീരം ഇവിടെ വെക്കുകയാണ്. ഈ സമയത്ത് ഫോട്ടോ എടുക്കാനുള്ളതും വീഡിയോ എടുക്കാനുള്ളതൊക്കെ ഇപ്പോൾ പ്രാരംഭമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 11:30 മണിയാകുമ്പോൾ ശുശ്രൂഷ ഇവിടുന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് പോകുകയാണ്. ആ തിരക്കുള്ള സമയത്ത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചില നിമിഷങ്ങൾ കൂടെ ഇതിവിടെ ഇരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കും. ഈ സമയത്ത് ഗായസംഘം പാട്ട് പാടിക്കൊണ്ടിരിക്കും. കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാ മേടുകളും കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാ മേടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ
രക്തം ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വാത്സല്യ അമ്മച്ചിയുടെ മൃതശരീരം വെളിയിലേക്ക് ഇറക്കി വെക്കുവാനുള്ള സമയമായി. നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രിയ അമ്മച്ചിയെ വെളിയിലോട്ട് ഇറക്കി വെക്കുന്നത്. എല്ലാവർക്കും കാണുന്നതിനും ഇരിക്കുന്നതിനുമുള്ള നല്ല സൗകര്യം വെളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും നിന്ന് വിഷമിക്കുകയോ അവിടങ്ങളിൽ മാറി നിൽക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് വന്ന് കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട അബ്രഹാം സാർ ഈ വീട്ടിൽ നിന്ന്, ഈ സ്ഥലത്തു നിന്ന് ഒരു ദിവസം യാത്രയായി. താൻ സ്നേഹിച്ച തന്റെ നാടിനെയും വീടിനെയും തന്റെ സഹധർമ്മിണിയെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും വിട്ട് ബഹുമാനപ്പെട്ട സാർ ദൈവം വിളിച്ച സമയത്ത് വേല തികച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വാത്സല്യ സഹധർമ്മിണി 101 വയസ്സുവരെയോളം ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ മനോഹരമായ വീട്ടിൽ പാർത്തു. എല്ലാവരാലും നല്ല സാക്ഷ്യം കൊണ്ടവളായി ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി. നല്ല ശുശ്രൂഷ ലഭിച്ചു. ഈ വീട്ടിലെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മനോഹരമായ വീട്ടിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇനി ഈ അമ്മച്ചി ഈ വീടിന്റെ ഒരു വാതിൽ വഴിയായി വെളിയിലേക്ക് പോകുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അമ്മച്ചി സ്നേഹിച്ച അമ്മച്ചിയുടെ വീടും നാടും മക്കളെയും സ്നേഹിതരെയും വിട്ട് അമ്മച്ചി എന്നേക്കുമായി ഇവിടുന്ന് പോകുകയാണ്. ഇനിയും ഈ വീട്ടിലോട്ട് മടങ്ങി വരികയില്ല. എന്നാൽ ജീവനോടിരിക്കുന്ന എന്റെ ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും കുഞ്ഞുങ്ങളോടും കൂട്ടുവിശ്വാസികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ അമ്മച്ചി ഇങ്ങോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട. ദാവീദ് അങ്ങനെയാ പറഞ്ഞത്, ഇനി എന്റെ മകൻ ഇങ്ങോട്ട് വരികയില്ല, ഞാൻ അങ്ങോട്ട് പോയി എന്റെ മകനെ കാണും. എന്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അമ്മച്ചിയെ അങ്ങോട്ട് എന്ന് കാണണം. അമ്മച്ചി കിടന്ന കട്ടിലേൽ ഇനി വരികയില്ല. അമ്മച്ചി ഇരുന്ന റൂമിലേക്ക് അമ്മച്ചി വരത്തില്ല. ഈ വീട്ടിലേക്ക് ഇനി താമസിക്കാൻ വരത്തില്ല. ഇതിനേക്കാൾ മനോഹരമായ ഒരു പാർപ്പിടം ദൈവം അമ്മച്ചിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യാശയോടെ സമാധാനത്തോടെ ഈ വീട്ടിൽ നിന്ന് അമ്മച്ചിയെ നമ്മൾ വെളിയിലേക്ക് ചില നിമിഷ നേരത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കാണുവാനും വചന ശുശ്രൂഷകളൊക്കെ നടക്കുവാനും അനുശോചനങ്ങൾ പറയുവാനൊരു അവസരമുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെളിയിലേക്ക് വെക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, ഈ ദുഃഖസാന്ദ്രമായ സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വേർപാട് എല്ലാവർക്കും ദുഃഖമാണ്. കർത്താവെ, അമ്മച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ദുഃഖമാണ്. മഞ്ഞാടി ശാരോൻ സഭയ്ക്ക് ഒരു ദുഃഖമാണ്. അയൽവാസികളായ ആൾക്കാർക്ക് അമ്മച്ചിയുടെ വേർപാടൊരു ദുഃഖമാണ്. ഈറനണിയുന്ന കണ്ണുകളോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്നിരുന്നാലും കർത്താവെ, നീ വിളിച്ചു ചേർക്കുമ്പോൾ ഇല്ലെന്ന് പറയുവാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. അമ്മച്ചി പാർത്ത ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അതുവഴിയായി അമ്മച്ചി കടന്നു പോകുകയാണ്. എന്നാൽ ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ടെങ്കിലും അല്പസമയത്ത് ഞങ്ങൾ കരഞ്ഞേ പറ്റുകയുള്ളൂ. പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല, പ്രത്യാശയുടെ കണ്ണുനീർ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് അടർന്നു വീഴും. ആ സന്ദർഭത്തിൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ തന്ന് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ധൈര്യം പ്രാപിപ്പാൻ കൃപ നൽകിയാട്ടെ. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആദ്യമായിട്ട് നമ്മൾ ഈ മൃതശരീരം ഈ പെട്ടിയോടുകൂടെ ഒന്ന് എടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ മേശ മുമ്പേ വെളിയിലോട്ട് ഇറക്കി വെക്കണം.
He's the lily of the valley, the bright and morning star. He's the fairest of 10,000 to my soul. He all my grief has taken, and all my sorrows borne. In temptation He is my strong and mighty tower. I have all for Him forsaken. I bore my idols down from my heart, and now He keeps me by His power. In sorrow is my comfort, in trouble is my stay. He tells me every care on Him to roam. He's the lily of the valley, the bright and morning star. He's the fairest of 10,000 to my soul. ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരമേറിയാലും ഈശ്വരക്ഷകനെ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ
ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണേ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവിടിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവിടിടുമ്പോൾ സ്വന്ത ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിച്ച ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുകയാണ്. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന അമ്മല്ലൂരെ അമ്മച്ചി കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. വർത്തമാന പത്രങ്ങളിലൂടെയും ഫോണുകളിലൂടെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വാർത്ത അറിയിച്ചു കഴിഞ്ഞിരിക്കുക. വാർത്ത മാത്രമല്ല, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ സമയവും കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി നിൽക്കണം എന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമല്ലോ. ദൈവത്തെ നമ്മളാരും പരീക്ഷിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ ദൈവവചന ശുശ്രൂഷകളും അനുശോചനങ്ങളും ആശ്വാസവചനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിനുശേഷമാണ് അമ്മയ്ക്ക് നമ്മൾ യാത്രയപ്പ് നൽകുന്നത്. കൃത്യം 11:30 ആകുമ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കണം എന്നാണ് ഇതിന്റെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ വളരെ കൃത്യമായി എന്നെ ഓർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അയ്യോ എനിക്ക് വന്നിട്ട് 1 മിനിറ്റ് കിട്ടിയില്ലല്ലോ എന്ന് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. വന്നവർ ഒന്നുകിൽ പറയുകയോ ചുമതലപ്പെട്ടവരെന്നെ അറിയിക്കുകയോ ചെയ്താൽ നിശ്ചയമായിട്ടും മാക്സിമം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് ഒരനുശോചനം പറയാനുള്ള അവസരം ഉണ്ട്. ഇവിടെ സുദീർഘമായ സമയങ്ങൾ മരണത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളോ വേദപുസ്തകത്തിലുള്ള പ്രഗത്ഭമായ പ്രസംഗങ്ങളോ നടത്താൻ ഇവിടെ സമയമില്ല. ഇവിടെയുള്ളത് ഈ കുടുംബത്തോടുള്ള ദുഃഖവും ആശ്വാസങ്ങളും അറിയിക്കുവാനുള്ളതാണ്. ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള പൂർവ്വകാല സ്മരണകൾ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരത്തില്ല. അതെല്ലാം പറഞ്ഞ് സമയമെടുത്താൽ നമ്മുടെ വരുന്ന പ്രിയപ്പെട്ടവർക്ക് സമയം കിട്ടാതെ പോകും. പിന്നെ അതിനേക്കാൾ വിഷമമുണ്ടാകും. ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് അതിനേക്കാൾ ഭാരമുണ്ടാകും. അതുകൊണ്ട് ഇതിനൊന്നും ഇടകൊടുക്കാതെ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ മൈക്ക് കൈമാറാവൂ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കും.
അതുകൊണ്ട് എന്നോട് വളരെ ആധികാരികമായി ചുമതലപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കതിന് പിന്മാറിക്കൂടാ. ആ കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അമ്മച്ചിയെ സംബന്ധിച്ചുള്ളതായ അമ്മച്ചിയുടെ കുഞ്ഞുങ്ങളോടുള്ളതായ അനുശോചനവും ആശ്വാസങ്ങളും പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലവസരമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ദൈവദാസന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്തും ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് പറയണോ പറയണ്ടോ എന്നുള്ള മനസ്സിലെ ചിന്താഗതി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സൂചന എനിക്ക് തന്നാൽ നിങ്ങളുടെ പേര് ഇവിടെ ലിസ്റ്റ് എഴുതും. വളരെ വേഗത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ ചില വർഷങ്ങൾ ശുശ്രൂഷിച്ച അനുഗ്രഹീതനായ കർത്തദാസനാണ് പാസ്റ്റർ കോശിയുമൻ. അദ്ദേഹമാണ് ഈ വീട് പ്രതിഷ്ഠിച്ചതൊക്കെ. അദ്ദേഹം ഇവിടെ നന്നായി ശുശ്രൂഷ ചെയ്ത ഇപ്പോൾ അദ്ദേഹം റാന്നിയിൽ കർത്താവിന് വേല ചെയ്യുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന് ചില മെറ്റുകൾ കൊടുക്കാതിരിക്കാൻ തരമില്ല. അദ്ദേഹം ഈ ശുശ്രൂഷ തീരുന്നവരെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രാരംഭമായിട്ട് വേറൊരാൾ എനിക്ക് പേര് തരുന്നതുവരെ ആരും ഇതുവരെ പേര് തന്നിട്ടില്ല. ചുരുക്കം 2 പേര് തന്നിട്ടുള്ളൂ. അദ്ദേഹം ചില മിനിറ്റുകൾ എടുക്കുന്നതായി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് ക്ഷമയോടെ ആയിരിക്കാം. തുടർന്ന് ശുശ്രൂഷയ്ക്കായി ദൈവദാസനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യരായ ദൈവദാസുമാരെ, ഈ പ്രിയമാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ മക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രത്യേക സമയത്ത് ഞാൻ എന്റെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ നിങ്ങളോട് ചേർന്ന് പങ്കുകൊള്ളുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഏതാണ്ട് 100-ലധികം വയസ്സ് ജീവിച്ചിരുന്ന ഒരു പ്രിയ മാതാവാണ് ഈ പ്രിയ മാതാവ്. എന്റെ ജീവിതത്തിലെ 30 വയസ്സ് കഴിഞ്ഞ ആ സമയത്താണ് എന്നേക്ക് 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചർച്ചിലേക്ക് ഞാൻ സഭാ പരിപാലനത്തിനായിട്ട് കടന്നു വരുന്നത്. 6 കൊല്ലം ഈ ദേശത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഇപ്പൊ പൗലോസ് ശ്ലീഹായുടെ ഒരു എഴുതിയിരിക്കുന്നത് പോലെ വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന പങ്കുവെക്കുന്ന ഒരു പ്രവണത ഞങ്ങൾക്കുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായ ഒരു പ്രാവശ്യമെങ്കിലും കാല് ചവിട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടുകാരൻ എന്നെ വീട്ടിൽ കയറ്റിയില്ല. അദ്ദേഹം അന്ന് മദ്യലഹരിയിലായിരുന്നു. അല്പനിമിഷം ഇവിടെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് ഇന്നതാണ് എന്നൊക്കെ ആൾക്കാരെ അടുത്ത വീട്ടുകാർ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ അകത്തേക്ക് കയറ്റി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം സ്വർഗത്തെക്കുറിച്ച്. 3 പേര് മാത്രമേ ഈ ആമല്ലൂർ മഞ്ഞാടി ഏറിയ എന്ന സ്വർഗത്തിൽ പൂത്തുള്ളൂ. ഒന്ന് മഞ്ഞാടി ഗീവറീച്ചൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. മറ്റൊന്നൊരു ഉണർവ് കുട്ടിച്ചായൻ ഞങ്ങളുടെ ഈ കൊമ്പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അവസാന കാലത്ത് കണ്ണൊന്നും കാണത്തില്ലായിരുന്നു. ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകും. പിന്നെ പോന്ന ഒരാള് ആമല്ലൂര് രബ്രാസാർ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വർഗത്തിൽ പോകും. ഈ മനുഷ്യൻ ഇൻട്രഡക്ഷൻ ഇട്ട് തന്നതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആരാണ് അവിടെ പോകുന്നതിനെക്കുറിച്ചും പറയുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അങ്ങനെ ഈ നാട്ടിൽ സുവിശേഷത്തിന് പ്രവേശനമില്ലെന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് എന്നോട് ആദ്യമായി പറയുന്നത്, സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ പോകുന്നത് എല്ലാരും പോകില്ല, ചിലരെ പോകൂ. അത് എബ്രഹാം സാറ് പോകും. അദ്ദേഹത്തോടൊപ്പം പ്രിയ എബ്രഹാം സാർ ഉൾപ്പെടെയുള്ളവർക്ക് ജന്മം നൽകി വളർത്തിയ ഈ പ്രിയ മാതാവ് തന്റെ ജീവിതങ്ങൾ കൊണ്ട് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ എബ്രഹാം സാറിനോട് ചേർന്ന് കർത്താവിന്റെ സന്നിധി വിശ്രമിക്കുന്ന ആമല്ലൂർ എബ്രഹാം സാർ എന്നറിയപ്പെടുന്ന ആരോപരശിവ് ചർച്ചിന്റെ സൺഡേ സ്കൂൾ പടാവിൽ എഴുതിയ ആരംഭകാല പ്രവർത്തകനായ മാന്യമായ സർക്കാർ ഉദ്യോഗം ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് മാതൃക ജീവിതത്തിലൂടെ ക്രിസ്തീയ സാക്ഷ്യം എങ്ങനെ പുലർത്താം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ പ്രിയപ്പെട്ടവന്റെ സഹധർമ്മിണിയാണ് പ്രിയമാതാവ്. പ്രിയമാതാവുമായിട്ട് 18 വർഷത്തിന് മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ക്ഷീണതയായി പലപ്പോഴും മരണത്തോട് അടുത്ത സന്ദർഭങ്ങളിൽ ഓടി ഇവിടെ എത്തി പലപ്പോഴും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തിന് അങ്ങേപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് കണ്ടറിഞ്ഞിട്ടുണ്ട്. കണ്ടറിഞ്ഞെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയെന്നല്ല എന്റെ അർത്ഥം. എനിക്ക് ദൈവം ദാനം നൽകിയത് 3 കുഞ്ഞുങ്ങളെയാണ്. ഈ നാട്ടിൽ ഇവിടെയുള്ള ബയോൺ സ്കൂളിൽ പഠിച്ച് ഏതാണ്ട് ചില ഏറെ വർഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ഇവിടെ പാർത്ത മൂത്ത കുഞ്ഞ് പ്രൈസ്, അവർക്ക് 10 വയസ്സുള്ളപ്പോ ഒരു സംഭവം നടന്നു. അതാണ് ഞാൻ സ്വർഗമുണ്ടെന്നും സ്വർഗത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കണ്ടറിഞ്ഞെന്നും പറഞ്ഞത്. ആ കുട്ടി 10 വയസ്സുള്ളപ്പോ രോഗിയായി. അവിടെ ബർത്ത്ഡേക്ക് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പനിയായിരുന്നു ആദ്യത്തെ ലക്ഷണം. ഏറ്റവും അവസാനം വിദഗ്ധമായ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കി സെറിബെല്ലത്തിൽ ട്യൂമറുണ്ട്, അത് വളർന്നിരിക്കുന്നു,
ഓപ്പറേഷൻ ചെയ്താലും ജീവൻ തിരികെ കിട്ടിയില്ല. ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുമായി പ്രാർത്ഥിക്കാനിരുന്നു. സമാധാനം നൽകുന്ന ദൈവമാണല്ലോ, ആശ്വാസം നൽകുന്ന ദൈവമാണല്ലോ, സൗഖ്യമാക്കുവാനും ദൈവത്തിന് കഴിയുമല്ലോ. പ്രാർത്ഥനയിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സൗഖ്യമായതുപോലെ ഞങ്ങൾക്ക് തോന്നി. 53-ാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടി ഛർദിയായി ഭാരപ്പെട്ടു. അവള് 4-5 പ്രാവശ്യം മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവമുണ്ടായി. ഓരോ പ്രാവശ്യവും 10-20 നിമിഷം കഴിഞ്ഞ് ജീവങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവൾ വരുന്നത്. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും മനമേ, എന്തിനാകുലം കലങ്ങുന്നൻ മനമേ എന്നുള്ള പാട്ട് പ്രാരംഭത്തിൽ പാടി. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അച്ഛന്മാരവിടെ വന്നു, കന്യാസ്ത്രീകൾ അവിടെ വന്നു. ചുറ്റുപാടും YMCA പോലുള്ള പ്രസ്ഥാനത്തിൽ ഞാനൊന്നും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ പള്ളികളിൽ നിന്നും അച്ഛന്മാരും പാസ്റ്റർമാരും അവിടെ എത്തി. അവരുടെ മുന്നേ വെച്ച് അവൾ വീണ്ടും പാടാൻ തുടങ്ങി. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാ മതി. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടുകളിലൂടെ, ഈ അനുഭവങ്ങളിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. മരണത്തിന് അങ്ങേപ്പുറത്ത് നമ്മൾ പ്രസംഗിക്കുന്ന ആ വചനം യാഥാർത്ഥ്യമാണ്. ഒന്നുകൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മരണത്തിന് അങ്ങേപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ മരണത്തിന് അങ്ങേപ്പുറത്തുള്ള ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ആ കുട്ടി അച്ഛയോടും അമ്മയോടും ഒപ്പം താമസിക്കുന്നതാണോ, മോക്കിഷ്ടം അതോ യേശുപ്പച്ചന്റെ അടുക്കിലേക്ക് പോകുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ യേശുപ്പച്ചന്റെ അടുക്കിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാ മതി എന്നുള്ള പാട്ട് പിന്നെയും പാടി രാത്രി 1:30 കർത്താവിന്റെ അടുക്കിലേക്ക് ചേർന്ന് പോവുകയുണ്ടായി. അതിന് കാരണം അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ സൺഡേ സ്കൂളിന് 1ാം സമ്മാനം കിട്ടിയപ്പോൾ കൊടുത്ത ആ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ അവളെ അവിടെ ഭാഷയിൽ, അവിടെ ലാംഗ്വേജിൽ, അവിടെ കയ്യക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു, ഞാൻ എന്റെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഇന്ന ദിവസം ഇത്രാം തീയതി സ്വീകരിച്ചിരിക്കുന്നു, ഞാനൊരു ദൈവവിധലായിരിക്കുന്നു. പ്രിയരെ, മരണത്തിന് അങ്ങേപ്പുറത്തൊരു ജീവിതമുണ്ട്. അവിടെ പോകുവാൻ കഴിയുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് ആ കർത്താവിനോട് ചേർന്ന് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് മരണത്തിന് അങ്ങേപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുള്ളത്. ഒരിക്കൽ ലോകം മുഴുവനും ഓടി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജെയിംസ് റീഡ് എന്ന് പറയുന്ന ഒരു മതബോധകനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ രാജ്യങ്ങളും, എല്ലാ ഏറിയകളിലും കടന്നുപോയി യേശുവിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം പത്രപ്രവർത്തകർ അദ്ദേഹത്തെ കാണുവാൻ ഇച്ഛിച്ചു. ആ പ്രിയപ്പെട്ടവനെ ഇന്റർവ്യൂ ചെയ്യുവാൻ കടന്നു. ഒരു വീടിനുള്ളിൽ, ഒരു റൂമിനുള്ളിൽ, ഒരു ഹോട്ടലിന്റെ പ്രത്യേക മുറിക്കുള്ളിൽ അടച്ചിട്ട ആ കഥകിന് അകത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തുര ചോദ്യങ്ങൾ ചോദിച്ചു, തുടർമാനമായി ചോദ്യങ്ങൾ ചോദിച്ചു. സ്വർഗമെന്ന് പറയുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ? അവിടെ ആരെല്ലാം കാണും? എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? എത്ര മനോഹരമായിരിക്കും? ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ എന്ത് ഉത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം മൗനമായി തന്റെ തലച്ചോറിൽ അടുക്കി വെച്ചിരിക്കുന്ന ബൈബിളിലെ വാക്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ ഒരു കൊട്ടു കേൾക്കാം. എന്തോ തട്ടിപ്പറിക്കുന്ന പോലുള്ള ശബ്ദം. അദ്ദേഹം കഥ തുറന്നു. പെട്ടെന്നൊരു നാ ഓടി അകത്തേക്ക് വന്നു. ആ നാ അവിടെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് തന്റെ യജമാനന്റെ മുമ്പിൽ ശാന്തതയോടെ, ഭയത്തോടെ, ബഹുമാനത്തോടെ തനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന തന്റെ വാലാട്ടിക്കൊണ്ട് കുത്തിയിരുന്നു. ജെയിംസ് റീഡ് ആ വളർത്തുനായെ നോക്കിയിട്ട് കൂട്ടുകാരോടായി പറഞ്ഞു, നിങ്ങൾ ഒത്തിരി ചോദ്യം ചോദിച്ചില്ലേ? സ്വർഗം എങ്ങനെ ഇരിക്കും? എങ്ങനെയുള്ളതാണ്? അവിടെ ആരെല്ലാം ഉണ്ട്? അവിടെ എന്തായിരിക്കും ശരീരം? ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും ഉത്തരം എനിക്ക് പറയാൻ കഴിയുമെങ്കിലും ചുരുക്കമായി ഞാനൊരു കാര്യം പറയാം. എന്റെ വളർത്തുനായ്ക്ക് ഒരു കാര്യം അറിയാം. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ചെയർ ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ഫാൻ ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ആ വളർത്തുനായ്ക്ക് ഒരു 100% നിശ്ചയമുള്ളൊരു കാര്യം, ഈ അടച്ചിട്ട വീടിനകത്ത് അതിന്റെ യജമാനനുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇതുപോലെ എനിക്കൊരു ഉറപ്പുണ്ട്, സ്വർഗമുണ്ട്. അവിടെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവുണ്ട്. അതാണ് എന്റെ ഉറപ്പ് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞതുപോലെ നമുക്ക് മരണത്തിന് അങ്ങേപ്പുറത്തുള്ള ജീവിതത്തെ, പ്രിയമാതാവ് ജീവിതത്തിലൂടെ കാണിച്ച നല്ല മാതൃകകളെ പിന്തുടർന്ന് കർത്താവിന്റെ രാജ്യത്തിലെത്തുവാൻ നമുക്ക് ഉത്സാഹിക്കാം. യേശുക്രിസ്തു മോനോനീശുമശിയ നിന്റെ മരണത്താലെ എന്റെ മരണം നീക്കി എന്ന സന്ധ്യാ നമസ്കാരത്തിൽ മിക്കവാറുള്ള സമുദായ സഭകളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ മരണം നീക്കി ജീവൻ നൽകിയ കർത്താവിൽ നമുക്ക് ചാരാം. അവിടത്തേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചൊരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ പ്രസാദ് ചാനെ, ജോർജ് കുടിച്ചാനെ, പ്രിയ കുഞ്ഞോളാന്റെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ എനിക്ക് അടുത്തിടപെടുവാൻ, പ്രിയ അബ്രസാറുമായിട്ടൊക്കെ അടുത്തിടപെടാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനം കൊണ്ടവരെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ രാജു IPC കറ്റോൺ അദ്ദേഹത്തിന് ഒരു വാക്കിൽ അനുശോചനം പറയാൻ അവസരം. ദുഃഖത്തിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും, യേശു വന്ന ദേവദാസന്മാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 40 വർഷത്തിനു മുമ്പ് ഏബ്രഹാം സാറുമായിട്ട് ഈ കുടുംബമായിട്ട് ആത്മീയ ബന്ധം പുലർത്തുവാനും എന്നെ ആത്മീയത്തിൽ കൈത്താങ്ങലുവാനൊക്കെ പിതാവിന് സാധിച്ചു. എന്നെ അറിയാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെല്ലാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വർഷങ്ങളായി കർത്താവിന്റെ വേല, ഈ മഞ്ഞാടി ഷാരുവിന്റെ സ്ഥലം മേടിക്കുന്നത് ഏബ്രഹാം സാറിന്റെ ഒന്നാമത്തെ മുൻകൈയാണ്. മഞ്ഞാടി ജംഗ്ഷനിൽ തന്നെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ജംഗ്ഷനിൽ സ്ഥലം മേടിക്കുവാനൊക്കെ ഏബ്രഹാം സാറാണ് മുൻകൈ എടുത്തത്. കർത്താവിനെ വിശ്വസ്തയോടും പരമാർത്ഥത്തോടും യാമല്ലൂർ ദേശത്ത് സേവിച്ചതുകൊണ്ട് തലമുറകളെ ദൈവം എത്രത്തോളം ഉയർത്തി. കുറേനക്കാരനായ ശിമോൻ യേശുവിന്റെ ക്രൂശ് ചുമന്നപ്പോൾ അവന്റെ മക്കൾ കർത്താവ് പ്രസിദ്ധനായതുപോലെ ലോകപ്രസിദ്ധരായി അംഗീകരിപ്പാൻ കർത്താവ് ഇടയാക്കി. പ്രിയ മാതാവിന് 101 വയസ്സ് വരെയും ജീവിപ്പാൻ കൃപ തന്നു. കർത്താവ് സഹായിക്കട്ടെ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്ത് വലിയ പ്രാപം കഴിച്ചതുപോലെ പ്രിയ മാതാവിന് നല്ല യാത്രയപ്പ് കൊടുക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന് ക്രിസ്തുവിൽ മരിച്ചിറങ്ങുമ്പോൾ ഈ ശരീരത്തിൽ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ കാണാവുന്ന പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ആമേ. എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ ശുശ്രൂഷ കട്ടോട്ട IPC എബനേസറിന്റെ പേരിലും എല്ലാ പ്രത്യാശയും നേർന്നുകൊണ്ട് സമയം വെച്ച ദൈവദാസം നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നോളുന്നു. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാർ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ PM ജോൺ അവർ കുടുംബമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചില മിനിറ്റുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് പാസ്റ്ററും കൌൺസിൽ അംഗങ്ങളുമായി മനക്കച്ചിറ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ പ്രസിഡന്റായ പാസ്റ്റർ ജേക്കബ് ജോർജ് അവർ ചില മിനിറ്റുകൾ ഒരു അനുശോചനം അറിയിക്കുന്നതാണ്. കർത്താവിന്റെ പുനർനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും പാസ്റ്റർ ജോൺ വർഗീസുമായിട്ട് ഇവിടെ കടന്നു വന്ന പ്രിയ അമ്മച്ചിയെ കണ്ടു, പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം.
ഈ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് കർത്താവിൽ വിശ്രമിക്കുന്ന പി കെ ഇബ്രാഹിം സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ലഭിച്ചതായിട്ടുള്ള സേവനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതേപോലെ ദേവദാസന്മാർ പ്രസ്താവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ഷാരോൺ ബൈബിൾ കോളേജിനെ പ്രതിനിധീകരിച്ചാണ്. ഈ ഷാരോൺ ബൈബിൾ കോളേജിന് ആദ്യകാലങ്ങളിൽ ഈ കുടുംബത്തിൽ ലഭിച്ചതായിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഷാരോൺ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ജോൺ തോമസിന്റെയും പ്രിൻസിപ്പൽ പാസ്റ്റർ എം ജെ ജോൺ സാറിന്റെയും നിങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും വിദ്യാർത്ഥികളുടെയും നാമത്തിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും ഞാൻ ആദ്യമേ ഇവിടെ പ്രസ്താവിക്കട്ടെ. ദൈവത്തിന്റെ ദുഃഖത്തിലെ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. വീട്ടിൽ കഴിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ആകാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. ഈ അമ്മച്ചിയുടെ ജീവിതത്തില് അത്യുത്തമമായിട്ടുള്ളത് വീട്ടിൽ കഴിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന ഇമ്പങ്ങളുടെ പതിയസിൽ വിശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ പ്രത്യാശ നൽകുന്ന വിഷയമാണ്. നമുക്കൊക്കെ ഇതുപോലെ യാത്രയുണ്ട്. നമുക്കൊക്കെ ഒരുങ്ങാം, കർത്താവിന്റെ വേണ്ട ഒരുങ്ങാം. ദുഃഖത്തിലെ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി എം ജോൺ അവർകൾ അദ്ദേഹത്തിന് അല്പനേരത്തെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ചില മിനിറ്റുകൾ അദ്ദേഹം എടുക്കുന്നത്. കഴിഞ്ഞ 100-ൽ പരം വർഷങ്ങൾ 101 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ച് സുഖ ദുഃഖ സമ്മിശ്ര അനുഭവങ്ങളിലൂടെ ലോകത്തിൽ ജീവിച്ച് വാത്സല്യ മാതാവിനെ താൻ പ്രിയമച്ച ഇടത്തേക്ക് ചേർക്കുവാൻ അനേക ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ തന്നെ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് തിരുവെഴുത്തിൽ നാം കാണും. ഭക്തന്റെ മരണത്തിന്റെ പ്രത്യേകത ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യത്തില് പ്രിയമച്ചയിടത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് തിരുവെഴുത്തോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട്. ഈ ലോകത്തിൽ അനേക ഭക്തന്മാരുടെ വിടവാങ്ങൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും ഇതാ ദൂതന്മാരിനെ എതിരേൽക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് കരേറിപ്പോകുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ലോകത്തിൽ ഭക്തിയോടെ ജീവിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിച്ച മാതാവ് ഇവിടം വിട്ട് കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, അസ്വസ്ഥതയില്ലാത്ത നാട്ടിലേക്ക് ചേരുവാൻ, തന്നെ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. 1972 മുതൽ അവനുമായി ബന്ധപ്പെടുവാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഓർക്കുകയായിരുന്നു, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ആദ്യകാലങ്ങൾ ഭവനത്തിൽ പ്രത്യേകിച്ച് പിതാവ്, നിത്യതയിൽ വിശ്രമിക്കുന്ന പിതാവിന്റെ സേവനങ്ങൾ മറക്കാനാവാത്തതാണ്. ഷാരോൺ ഫെലോഷിപ്പിന്റെ സൺഡേ സ്കൂൾ പാഠപദ്ധതികൾ ആദ്യ ആരംഭകാലങ്ങൾ തയ്യാറാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുകയും സഭകൾക്ക് നൽകുവാൻ തക്കവണ്ണം അത് ക്രമീകരിച്ച് ഫെലോഷിപ്പിന് നൽകുകയും ചെയ്തു. മാത്രമല്ല, ബഹുമാനപ്പെട്ട തോമാച്ചായനോടൊപ്പം ചേർന്ന് പിതാക്കന്മാരൊരുമിച്ച് കർത്താവിന്റെ വേലയിൽ അധ്വാനം ചെയ്തു വരുന്നത് ഇന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ പിതാവ് ആമല്ലൂർ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ ഭവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങളൊക്കെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. നിശ്ചയമായും ഈ ലോകത്തിൽ ചെയ്ത ശുശ്രൂഷയ്ക്ക് പ്രതിഫലം ഇവിടെയല്ല, പ്രതിഫലം വിഭാഗിക്കുന്ന ദിനത്തിൽ, പ്രതിഫലം ഏറ്റുവാങ്ങുന്ന ദിനം പ്രിയപ്പെട്ടവരുടെ പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ ധൈര്യത്തോടെ അവിടെ വെളിപ്പെടും. വരിക എന്നുള്ള വിളി ലഭിച്ചപ്പോൾ ഇവിടം വിട്ട് കരേറിപ്പോകുവാനിടയായി. പല പ്രിയപ്പെട്ടവരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അവർ ലോകത്തിലായിരിക്കുമ്പോൾ തങ്ങളുടെ തലമുറയെ കർത്താവിന് വേണ്ടി നിർത്തുവാൻ അതീവ ശ്രദ്ധയുള്ളവരായിട്ട് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവസന്നിധി നിർത്തുവാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഭവനത്തിലെ മാതാപിതാക്കളും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. തിരുവെഴുത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ 3 ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് കാണുന്നു. 1, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 2, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. 3, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നാലും എത്ര സമ്പത്തുണ്ടായിരുന്നാലും ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. കർത്താവിൽ പ്രത്യാശ വെച്ചും കർത്താവിനെ സേവിച്ചും ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഭാഗ്യകരമായ അവസ്ഥയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് 70 ആയാൽ 80 മാത്രം. അത് കഷ്ടവും അതിന് പ്രതാപം കഷ്ടവും ദുഃഖവും അത്ര. അത് വേഗം തീരുകയും പറന്നു പോവുകയും ചെയ്യും. മാതാവിനെ സംബന്ധിച്ച് കർത്താവ് ദീർഘായുസ് നൽകി മക്കളെയും അവരുടെ മക്കളെയും പിൻതലമുറകളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കോടി വിശുദ്ധന്മാരൊരുമിച്ച് സമ്മേളിക്കുന്ന ആ പെൺപുലരിയിൽ കർത്താവിന്റെ വാനമേഘത്തിലെ വരവിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് കാണും പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ആ പൊൻപുലരിക്കായി, ആ നല്ല ദിനത്തിനായി ഇവിടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന 2 ജയഭേരിയെക്കുറിച്ച് കാണുന്നുണ്ടെന്ന്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് തിരിഞ്ഞ് കർത്താവിന്റെ വാനമേഘത്തിലെ വരവിൽ തിരിഞ്ഞു നിന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് മരണത്തെ ജയിച്ച് ആ നാഥം മുഴക്കുമ്പോൾ ശേഷമായി രൂപാന്തരം പ്രാപിച്ചവർ, ക്രിസ്തുവിന്റെ വരവിൽ വാനമേഘത്തിലെ വരവിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ട് ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെന്ന് ജയനാഥം മുഴക്കുവാൻ ഇടയായി തീരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ആ ജയനാഥം മുഴക്കുവാൻ നമുക്ക് അവകാശം ലഭിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അതിന് ഭാഗ്യം ലഭിക്കാതിരിക്കുന്നെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ വചനമനുസരിച്ച് അവൻ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആ ക്രിസ്തീയ പ്രത്യാശ അതത്രേ. ആകയാൽ ആ പ്രത്യാശ കൈവടിയാതെ കർത്താവിന്റെ വരവിനെ നോക്കി നിലകൊള്ളാം. വേർപാട് ദുഃഖത്തിൽ ആയിരിക്കുന്ന മക്കൾ, ഇവിടെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കേണ്ട ചില പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നു. ഈ തരുണത്തിൽ ഞാൻ എടുത്തു പറയട്ടെ, ജേക്കബ് ജോർജ് സാർ ഓർപ്പിച്ചു, നമ്മുടെ പ്രസിഡന്റ് ജോൺ തോമസ് ഇവിടെ ഇല്ല, അത് ഞാൻ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ കോശി സാർ ഇവിടെ വരേണ്ടതായിരുന്നു, താൻ ശരീരത്തിൽ ക്ഷീണിതരായിരിക്കുന്നു. അങ്ങനെ സഭാ നേതൃത്വത്തിലുള്ള ചിലർ ശരീരത്തിൽ ക്ഷീണിതരാകിയാൽ ഇത് ഈ പകൽക്കാലം കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നു. അവരുടെ പേരിലും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഫെലോഷിപ്പ് മൊത്തമായി ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 3 പേരുടെ പേരിവിടെ വായിക്കുകയാണ്. അവർ ഓരോ മിനിറ്റ് എടുക്കുന്നതായിരിക്കും. പാസ്റ്റർ പി ജെ രാജു ബോംബെ, പാസ്റ്റർ ഷാജി കോട്ടയം അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ബിറ്റർ, പാസ്റ്റർ സന്തോഷ് ടി എ മുൻപ് കറ്റോട്ട് കുറ്റപ്പുഴ IPCയിൽ തുറന്ന കർത്താവിന്റെ ദാസനാണ് അദ്ദേഹം. ഈ ഭവനവുമായിട്ട് വളരെ അടുത്ത ആത്മീക ബന്ധമുള്ള ഭവനമാണ്. ഈ ദൈവദാസന്മാർ അടുത്ത
ഓരോ മിനിറ്റ് എടുക്കുന്നതിന് പാസ്റ്റർ രാജു ബോംബെ, പാസ്റ്റർ ഷാജി കോട്ടയം അസംബ്ലീസ് ഓഫ് ഗോഡ് പസഫിക് ചർച്ച്, തുടർന്ന് പാസ്റ്റർ സന്തോഷ് ടി എ IPC കുറ്റപ്പുഴ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പി എബ്രാം സാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. 2001 മുതൽ 2006 വരെ ബോംബെയിലുള്ള ബോർവെലി സഭയുടെ ശുശ്രൂഷകനായി ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ പ്രിയ അമ്മച്ചി ബോംബെയിൽ ഉള്ള സമയമാണ്. ചില വർഷങ്ങൾ 2-3 വർഷം അമ്മച്ചിയുമായി ഒരുമിച്ച് ആത്മീയ ബന്ധത്തിൽ ആയിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു. വളരെ സന്തോഷവതിയായി പ്രത്യാശയോടെ തന്റെ ജീവിതത്തിൽ താൻ ആയിരിക്കുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അതിനുശേഷം തന്നെക്കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുകയും കഴിഞ്ഞ ദിവസവും എബ്രാം സാറിനോട് അമ്മച്ചിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഞാൻ ബോംബെയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന വിവരം അറിഞ്ഞു. ഈ സമയം മരണത്തെക്കുറിച്ചുള്ള വേദശാസ്ത്രത്തെക്കുറിച്ചോ അതിന്റെ പിന്നിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു വേദി അല്ലിത്. ആശ്വാസത്തിന്റെ വാക്കുകളും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആവശ്യമുണ്ട് എന്ന്. കാരണം വളരെ പ്രത്യാശയോടെ, വളരെ കർത്താവിൽ വിശ്വാസമുള്ളവരായി, പ്രത്യാശയുള്ളവരായി പ്രിയ അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റും ആയിരിക്കുന്നുവല്ലോ. ദൈവമക്കൾ എന്നുള്ള നിലയിൽ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ കർത്താവ് മരണത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനല്ല മരണത്തെ നിദ്ര എന്ന് പറഞ്ഞത്. സ്തോത്രം. അതിന്റെ ഗൗരവം കുറയ്ക്കാനല്ല. നമ്മുടെ കർത്താവ് മരിച്ച ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ അവർ ഉണർന്നു വന്നിട്ടുണ്ട്. ഈ പ്രിയ അമ്മച്ചിയും നമ്മുടെ കർത്താവ് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ പ്രിയമ്മച്ചിയെ യാത്ര അയക്കാം. ബോംബെയിലുള്ള ദൈവമക്കളുടെയും എന്റെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ ദുഃഖവും പ്രാർത്ഥനയും അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ പാർത്ത പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഈ യാത്രയപ്പിയോഗത്തിൽ എനിക്കും കുടുംബമായി പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകി. ഞങ്ങളെ ഈ മാതാവുമായി അടുപ്പിച്ചത് ഞങ്ങളെ സഹോദരതുല്യം സ്നേഹിക്കുന്ന പ്രിയ ജോർജ് കുട്ടിച്ചാൻ, തങ്കമ്മാമ, അവരുടെ ആ കുടുംബം, അവർ ഞങ്ങളോടും ഞങ്ങളുടെ കോട്ടയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടും കാട്ടുന്ന സ്നേഹം, ആദരവുകൾ, അത് മുഖാന്തരം പ്രിയ അമ്മച്ചി മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും താമസിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും കണ്ട് സ്നേഹാന്വേഷണം നടത്താനും പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അമ്മച്ചിയെ കാണുമ്പോഴൊക്കെ ഓർക്കുവാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട്. എങ്കിലും വളരെ പ്രാർത്ഥിക്കുന്ന, ക്ഷേമവിവരങ്ങൾ അമ്മച്ചിയുടെ രോഗാവസ്ഥയിലായാലും നമ്മോട് വളരെ സമയമെടുത്ത് അന്വേഷിക്കുന്ന വളരെ സ്നേഹനിധിയായ ഒരു മാതാവായിട്ടാണ് എനിക്ക് കാണുവാനായി കഴിഞ്ഞിട്ടുള്ളത്. ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ കൊച്ചുമക്കളും മക്കളുമൊക്കെ ഈ അമ്മച്ചിയെ ശുശ്രൂഷിച്ച് ദൈവത്തിന്റെ സമയമായപ്പോ പ്രത്യാശ വെച്ച നാട്ടിലേക്ക് അമ്മച്ചി കരയേറിപ്പോയി. കഴിഞ്ഞ ദിവസം മരണവാർത്ത അറിഞ്ഞു. മാനുഷികമായ നിലയിൽ ദുഃഖമുണ്ട്, എങ്കിലും നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. ഈ അമ്മച്ചി നിശ്ചയമായും സ്വർഗരാജ്യത്തിലെത്തും എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഈ പ്രായമുള്ള സമയത്തും തന്റെ ജീവിതകാലമൊക്കെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മാത്രം സമയം ചെലവഴിച്ച പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ധാരാളമാകുന്ന കൃപകൾ നൽകട്ടെ, മക്കൾക്ക് നൽകട്ടെ, കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും സഭാജനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രത്യാശയോടെ നിലനിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് കോട്ടയം സെൻട്രൽ ചർച്ചിന്റെയും കോട്ടയം സെക്ഷന്റേതുമാകുന്ന ദുഃഖം അറിയിച്ചുകൊണ്ടും എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
കർത്താവിന് മഹത്വം. 101 വയസ്സുകാലം ഭൂപരത്തിൽ വസിപ്പാനും തലമുറയോടും ദൈവത്തിന്റെ വിശ്വസ്തത അത് കാണുവാനും കർത്താവ് കൊടുത്ത ബാക്കി പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയോട് ബന്ധപ്പെട്ട് എനിക്കിന്നിവിടെ കടന്നു വരുവാനിടയായത്, തലമുറകളോട് ബന്ധപ്പെട്ട് കടന്നു വരുവാനിടയായതിന് കാരണം മതിലുങ്കൽ കുടുംബമാണ്. 2012 ആണ്ട് മുതൽ 2014 ആണ്ട് വരെ കുറ്റപ്പുഴ IPC സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ ഈ പ്രിയ കുടുംബത്തോട് ബന്ധപ്പെട്ട് പ്രിയ വത്സമാമയും പ്രിയ പ്രസാദാനെയും പരിചയപ്പെടുവാനും ഈ ഭവനത്തിൽ കടന്നു വന്ന് അന്ന് അമ്മച്ചിയെ വാർദ്ധക്യ സഹജം ക്ഷീണമുണ്ടെങ്കിലും ആരോഗ്യത്തോടൊക്കെ ആയിരുന്ന കാലയളവിൽ കടന്നു വന്ന് കാണുവാനും സഹകരിപ്പാനും ഇടയായിട്ടുണ്ട്. ദൈവദാസന്മാരെ കൈക്കൊള്ളുവാനും ദൈവദാസന്മാരെ ശുശ്രൂഷിപ്പാനുള്ള മനസ്സ്, അതിനുള്ള വ്യഗ്രത ഞാൻ ഈ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ രുചിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. തനിക്ക് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായ സമയത്തും വാർദ്ധക്യ ക്ഷീണ അവസ്ഥയിലായിരുന്നപ്പോഴും കടന്നു വരുമ്പോൾ വന്ന ദൈവദാസന്മാരെ സൽക്കരിക്കാനുള്ള ആ നല്ല മനസാക്ഷി കാണുവാൻ ഇടയായിട്ടുണ്ട്. മാത്രമല്ല, കൊച്ചുമക്കൾ വിദേശ രാജ്യങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും നാട്ടിൽ കടന്നു വരുമ്പോൾ ആശ്വാസത്തോടെ സഹകരിപ്പാനും ഇടപെടുവാനും അമ്മച്ചിയെ ശുശ്രൂഷിപ്പാനും കണ്ടപ്പോൾ ഇന്ന് ആധുനികവൽക്കരണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും പലരും പലതും മറന്നു പോകുമ്പോൾ മറക്കാതെ സൂക്ഷിപ്പാൻ ഇടയായതിന്റെ പിന്നിൽ പ്രിയമ്മച്ചെ മാതൃകപരമായ ഒരു ജീവിതമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നല്ല മാതൃകയെ പിൻപറ്റുവാൻ ഇടയായിത്തീരുന്നു. ഈ വയസ്സ് വരെയും തന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് തങ്ങളാൽ ആവോളം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ കഴിവിനൊത്ത് ശുശ്രൂഷിപ്പാനുള്ള വരം ദൈവം കൊടുത്ത് ഇത്രത്തോളം നിർത്തിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു യാഥാർത്ഥ്യം, ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, നല്ല പ്രായം ചെന്ന് ശുശ്രൂഷകൾ തന്റെ മക്കളുടെ അനുഭവിച്ച് കടന്നു പോകുക എന്ന് പറയുന്നത് തന്നെ ഈ ഭൂപരത്തെ സ്വർഗത്തിൽ ദൈവം തരുന്ന ഒരു ഭാഗ്യ പദവിയാണ്. ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. പ്രിയ കുടുംബങ്ങളോട്, ഇപ്പോൾ ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് വള്ളംകുളം സഭയിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് വള്ളംകുളം സഭ ബദേൽ സഭയുടെ പേരിലും എളിവന്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള എല്ലാവിധ അനുശോചനവും പ്രത്യാശയും അറിയിക്കുന്നു. യാതൊരു തരത്തിലും ഭാരപ്പെടേണ്ടതില്ല. അവന്റെ വരവെങ്കിൽ ഈ താഴ്മയുള്ള, ക്ഷീണമുള്ള, രോഗമുള്ള അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയിലേക്ക് നയിക്കുന്ന ശരീരമായിട്ടല്ല, ഒരു പുതു ശരീരത്തോടെ, ഒരു പുതുബലത്തോടെ കാണുവാൻ, രൂപാന്തരം പ്രാപിച്ച അനുഭവത്തിൽ കൂടെ കാണുവാൻ കർത്താവിടിയാക്കി വൈരായി നമുക്ക് കാത്തിരിക്കാം. ക്രിസ്തുവിൽ ജനിച്ച, ക്രിസ്തുവിൽ ജീവിച്ച, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ നിശ്ചയമായും പ്രിയമ്മച്ചിയെ കാണുവാനിടയാകും. അതിനായി നമുക്ക് ഒരുങ്ങി അവന്റെ വരവിനെ നോക്കി പാർത്ത് വിശ്വസ്തയോടെ തലമുറകൾക്കും കേൾക്കുന്ന എല്ലാവർക്കും ആയിത്തീരാം. കർത്താവിനായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ നിന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല
പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ തിരുവല്ല മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കച്ചായൻ, ഈ ഭവനത്തോട് വളരെ അടുപ്പമുള്ള, ഞങ്ങളുടെ ദേശത്തിലെ എല്ലാ കുടുംബങ്ങളോടും വളരെ അടുപ്പമുള്ള ബഹുമാനപ്പെട്ട തങ്കച്ചായൻ ചില മിനിറ്റുകൾ നമ്മളോട് അനുശോചനം പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനിയായ പാസ്റ്റേഴ്സ്, ദുഃഖത്തിലായിരുന്ന കുടുംബാംഗങ്ങളെ, പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയായ ഒരു 45 വർഷത്തെ പരിചയമുണ്ട് ഈ കുടുംബമായിട്ട്. ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും, ഞാൻ ഇന്നലെ മക്കളോട് അച്ഛനോട് പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചിയും വേദപുസ്തകം എടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലിരിക്കുന്നു. അനേക വർഷക്കാലം ദൈവത്തിന്റെ വേല ചെയ്ത് കത്തുസനയിൽ ചേർക്കപ്പെട്ട 101 വർഷക്കാലം നമ്മളൊത്ത് ജീവിച്ചു. ഒരു 2-3 മാസക്കാലം മുമ്പ് ഞാൻ ഇവിടെ വന്നു, ഈ വീട്ടിൽ വന്ന് അമ്മച്ചിയോട് സംസാരിച്ചു. സുബോധത്തോടുകൂടി എന്നെ എല്ലാ കാര്യങ്ങളും, പണ്ട് സൺഡേ സ്കൂൾ പഠിച്ച കാര്യം വരെ അമ്മച്ചി എന്നോട് പറഞ്ഞു, നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മോൾസരിയിൽ വെച്ച അമ്മച്ചിയെ കാണുന്നു. 101 വർഷക്കാലം നമ്മളൊത്ത് ജീവിച്ചു. കത്തുസനയിൽ ചേർക്കപ്പെട്ട ഈ അമ്മച്ചിയുടെ ആത്മാവിൽ നിത്യശാന്തിയായിട്ട് കുടുംബാംഗങ്ങൾക്ക് സമാധാനവും ശക്തിയും നൽകട്ടെ എന്ന് പറഞ്ഞുള്ളൂ. തിരുവല്ല നഗരസഭയുടെയും കാഞ്ഞിരിക്കാട് കുടുംബത്തിന്റെയും അനുശോചനം അറിയിക്കുന്നു. ഓക്കെ, നന്ദി, വളരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 2 ദൈവദാസന്മാരുടെ പേരുകൾ പറയുകയാണ്. പ്രാരംഭമായിട്ട് പാസ്റ്റർ സാം ഫിലിപ്പ്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തോട്ടഭാഗം സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ സെന്ററിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കൃത്യദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ശേഷം പാസ്റ്റർ എം എബ്രഹാം, കുറ്റപ്പുഴ IPCയുടെ മുൻ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ഈ ഭവനവുമായിട്ട് വളരെ അടുത്ത ആത്മീയ ബന്ധമുള്ളതും ഈ അമ്മച്ചിയുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലാണ്. അമ്മച്ചിയുടെ എല്ലാ ആവശ്യങ്ങളും തക്ക സമയങ്ങളിൽ ഓടിയെത്തുന്ന കൃത്യദാസനാണ്. തുറന്ന ഈ 2 കൃത്യദാസന്മാർ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നത്. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്നുള്ള ദൈവവചനപ്രകാരം പ്രിയ അമ്മച്ചി താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാനും പ്രിയമ്മച്ചിയെ കാണുവാനും പ്രാർത്ഥിപ്പാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ബേതേൽ ഷാരോൺ സഭയുടെ ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. കർത്താവ് നാം ഏവരെയും ദൈവിക സമാധാനത്താൽ അനുഗ്രഹിക്കട്ടെ. വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, കൂട്ടുവിശ്വാസികൾ, ദേശവാസികൾ എല്ലാവരെയും ദൈവം സമാധാനം നൽകി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 15 വർഷമായി ഈ ഭവനവുമായി അടുത്ത ബന്ധമുണ്ട്. 2000 കുറ്റപ്പുഴ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിപ്പാൻ വന്നപ്പോൾ പ്രിയ വത്സമാമിയും പുസാദിച്ചാനുമുള്ള ബന്ധത്തിൽ ഈ കുടുംബത്തെ പരിചയപ്പെടുവാനും ഇവിടെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും 15 വർഷമായി ദൈവം കൃപ തന്നു. എന്നാൽ ചില വർഷമായി